ഹലോ ഗൈസ്. 2 ദിവസം അപ്പോൾ അങ്ങനെ ചെറിയ പനി ആയതുകൊണ്ട് ട്രേഡൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ദിവസത്തിന് ശേഷം ഇന്നാണ് ട്രേഡ് എടുത്തത്. ഞാൻ എൻട്രി എടുത്തത് അത്യാവശ്യം നല്ലൊരു ലെവലിൽ നിന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. ഞാൻ വിചാരിച്ചത് മാർക്കറ്റ് എന്തായാലും അപ്വേർഡ് മൂവ് ആകും എന്ന് തന്നെ വിചാരിച്ചത്. പക്ഷേ ചെറിയൊരു ഫോളോ വന്നിട്ടായിരിക്കും പിന്നെ റിക്കവർ ഉണ്ടാകുക എന്നാണ് ഞാൻ ആദ്യം എക്സ്പെക്റ്റ് ചെയ്തത്. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ട്രേഡും സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് എഗെയിൻസ്റ്റാണ് ട്രേഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇതിന് മേളിലെ ട്രേഡ് കിടക്കുകയാണെങ്കിൽ, ഓപ്പണിംഗ് പ്രൈസിൻ്റെ മേളിലെ ട്രേഡിങ് നടക്കുകയാണെങ്കിൽ പിന്നെ ട്രേഡ് ഹോൾഡ് ചെയ്തില്ല. അങ്ങനെ ഒത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് അനുസരിച്ച് ഞാൻ എക്സിറ്റ് ചെയ്യാനാണ് പ്ലാൻ. അല്ലാതെ ഒരു ഫോൾ ആണെങ്കിൽ അത്യാവശ്യം ഈ ഒരു റേഞ്ചിൽ ഞാൻ ഒരു ഫോൾ ക്യാപ്ചർ ചെയ്ത് എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ചെറിയൊരു ലോസിലാണ്, ഒരു 1000 റുപ്പീസ് ലോസിലാണ്. എൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്ന ഒരു 2000 റേഞ്ചിലാണ്. 2500 റേഞ്ചിലായിരിക്കും ഞാൻ എക്സിറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് മാർക്കറ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ 2 ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് സിയും പിന്നെ ഒന്ന് പിയും. ഫസ്റ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു ഫോളോ വന്നിട്ട് പിന്നെ ഒരു നല്ലൊരു റിക്കവറി കാണിക്കും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് നോക്കി നോക്കാം. ഇപ്പോഴൊരു ഹോപ്പുണ്ട്. ഇതിന് മേളിൽ എന്തായാലും ബ്രേക്കൗട്ട് നടന്നിട്ടില്ല. അത്യാവശ്യം നല്ലൊരു ട്രേഡാണ് എനിക്ക് കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് അഗെയിൻസ്റ്റ് ആണോ ട്രേഡ് പോകുന്നതല്ലേ നോക്കാം. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഫിക്സ്ഡ് ആണ് ഓൾറെഡി. 2000 4000 ആയിരിക്കും. ഞാൻ പക്ഷേ ഇതിൽ റിസ്ക് ചെയ്യുന്ന 2500 ആണ്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ 5000 റേഞ്ചിലായിരിക്കും. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഇതൊരു റേഞ്ച് മാർക്കറ്റാണ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഇതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസിനനുസരിച്ച് എനിക്ക് എൻ്റെ ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിക്ക് എന്തായാലും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ആവാറായിട്ടുണ്ട്. ഞാൻ ട്രേഡ് എടുത്തപ്പോൾ എനിക്ക് നല്ല ട്രേഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ കുഴപ്പമില്ല, ഫോൾ എന്തായാലും വരും, കൺഫേം ആണ്. പക്ഷേ എവിടെ നിന്നാണ് വരുന്നതെന്നാണ് ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാത്ത. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതിനു ശേഷം പിന്നെ വേറെ ട്രേഡൊന്നും എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്ന് നോക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷം ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഒരു ട്രേഡ് കൂടെ എടുക്കാം, നോക്കാം. എന്തായാലും മാർക്കറ്റ് കണ്ടിന്യൂസ് അപ്സൈഡ് പോകുന്ന വളരെ റെയറായിട്ടാണ് ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂസ് അപ്സൈഡ് പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. സ്റ്റോപ്പ് ലോസ് ഇപ്പം ഏകദേശം ഹിറ്റാവാറായി. അങ്ങനെ ഇപ്പം ഉണ്ട്. എന്തായാലും ഹിറ്റായിട്ട് നമ്മൾ എക്സിറ്റ് ആവുന്നതാണ്. ഹലോ ഗൈസ്. അപ്പോൾ ആദ്യത്തെ ട്രേഡ് എന്തായാലും ലോസാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഒരു ട്രേഡ് കൂടെ എടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം ഈ 2930 ബ്രേക്ക് ചെയ്യും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറിയൊരു പ്രോഫിറ്റിലാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ ലിമിറ്റ് വെച്ച് എക്സിറ്റ് ആവുന്നതാണ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിലാണ്. നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും നോക്കി നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഹലോ ഗായ്സ്. അപ്പോൾ വേറെ ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. 2 ട്രേഡ് എടുത്തതായിരുന്നു. 2 ട്രേഡിൽ നിന്നും 4200 ലോസ് കറക്റ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസിൽ ഹിറ്റ് അടിച്ച് പോയിട്ടുണ്ട്. എൻ്റെ വ്യൂ കറക്റ്റ് ആയിരുന്നു എങ്കിലും ഞാൻ എക്സിക്യൂട്ട് ചെയ്ത ടൈം കുറച്ച് പ്രശ്നമുള്ള ടൈമായിരുന്നു എന്ന് തോന്നുന്നു. അതായത് ഞാൻ ഇവിടെ നിന്ന് ഞാൻ സെല്ലടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ മൊമെൻറ്റം വന്നിട്ടും പ്രീമിയത്തിൽ വലിയ ചേഞ്ച് ഒന്നും വരാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ടാർഗറ്റ് അച്ചീവ് ആവാത്തതുകൊണ്ട് എനിക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു റിവേഴ്സിൽ തോന്നിയുകൊണ്ട് പിന്നെ ഇന്ന് പൊതുവേ ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആയതുകൊണ്ട് ഞാൻ അധികം നേരം ഹോൾഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ഈ ഒരു റിക്കവറി തന്നെ ഞാൻ ഇവിടെ വെച്ച് ഞാൻ എക്സിറ്റ് അടിച്ചു. അങ്ങനെയാണ്
എനിക്ക് ഈ ഒരു ലോസ് അങ്ങ് വന്നത്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ എനിക്കൊന്നും വയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ എടുക്കേണ്ടിയിരുന്ന ഇവിടെ എനിക്ക് രണ്ടാമതൊരു ട്രേഡ് എടുക്കാൻ എനിക്കൊരു ചെറിയൊരു പേടി കണക്കായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഞാൻ ഇന്നൊരു പുട്ട് ഓപ്ഷനായിരുന്നു മൈൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ആദ്യം ഞാൻ എടുത്ത പുട്ട് ഓപ്ഷൻ ഈ ഒരു ലെവലിലായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഈ ഒരു ലെവലായപ്പോൾ തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ വാച്ച് ചെയ്യുമായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ എടുക്കുന്ന 1:30-ക്ക് ശേഷം 1:30 ഈ ഒരു ടൈമിലായിരുന്നു ഞാൻ പിന്നെയും പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കൊന്ന് കുറച്ച് വൈകിപ്പോയി എന്ന് തോന്നുന്നു. ഇവിടെ ഈ ഒരു റേഞ്ചിൽ നിന്ന് എടുക്കാനുള്ളതായിരുന്നു. ഞാൻ ആ ഒരു സമയത്ത് ചെറിയൊരു പേടി പോലെയായിരുന്നു മൈൻഡിൽ. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എനിക്ക് ഇന്നത്തെ ലോസ് 4200 ആണ്. അപ്പോൾ ശരി എന്നാൽ.